ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിലെ ഏറ്റവും പ്രബലമായ താരകുടുംബമാണ് സുകുമാരൻ്റേത്. അച്ഛന് നേടാൻ കഴിയാതെ പോയതെല്ലാം രണ്ട് ആമക്കളും ചേർന്ന് സിനിമയിൽ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മക്കളെക്കുറിച്ച് അതിയായ അഭിമാനമാണ് നടി മല്ലിക സുകുമാരന്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും തിരക്കുള്ള രണ്ട് താരങ്ങളാണ്. പൃഥ്വിരാജ് ബോളിവുഡിൽ വരെ നമ്പർ 1 താരങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. 70കളിൽ എത്തിയിട്ടും മല്ലികയും അഭിനയത്തിൽ സജീവമാണ്. സുകുമാരൻ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് മല്ലികയുടെ അഭിമുഖങ്ങളിലൂടെയാണ്. മലയാളി പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാവുന്ന ആർട്ടിസ്റ്റാണ് മല്ലിക സുകുമാരൻ എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം. അത് ശരിയാണെന്നത് അവരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ വ്യക്തമാകും. മക്കൾ രണ്ടുപേരും മുൻനിര താരങ്ങളാണെങ്കിലും സുകുമാരൻ്റെ ഭാര്യ എന്ന ലേപമാണ് മല്ലികയ്ക്ക് എന്നും താല്പര്യം. അടുത്തിടെ അമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കാൻ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും കുടുംബം തിരക്കെല്ലാം മാറ്റിവെച്ചെത്തിയിരുന്നു. പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങളും വൈറലായിരുന്നു. മക്കളേക്കാൾ കൂടുതൽ കൊച്ചുമക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മല്ലിക കൂടുതൽ ദൃഢലാകും. അവർക്കൊപ്പം കൂടുമ്പോൾ ഞാനൊരു 16-കാരിയാണെന്ന് മല്ലികയും സമ്മതിക്കുന്നു. ഇപ്പോഴിതാ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും കുറിച്ച് മല്ലിക പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. വില കൂടിയ സമ്മാനങ്ങൾ ഏറെയും തനിക്ക് കൊണ്ടുവന്ന് തരുന്നത് മക്കളും മരുമക്കളും തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് താരപത്നി സംസാരിച്ചു തുടങ്ങുന്നത്. കൊച്ചുമക്കളാണ് ഏറ്റവും വലിയ രസം. അവരാണ് എന്നെ ചുമ്മാതിരിക്കാൻ സമ്മതിക്കാത്തത്. ഓരോ കഥകൾ അവർക്ക് പറയാനുണ്ടാകും. പിറന്നാൾ ആഘോഷിക്കാൻ അവർ വരുമ്പോൾ കേക്ക് മുറിച്ച് ഡാൻസൊക്കെ കളിക്കും. ആ സമയത്ത് ഞാൻ 16-കാരിയാണ്. പ്രാർത്ഥനയും നക്ഷത്രയും അലംകൃതയും വന്നാൽ ഞാൻ അവരുടെ മൂത്ത ചേച്ചിയായി മാറും, മല്ലിക പറയുന്നു. അടുത്തിടെ ഏറ്റവും കൂടുതൽ വൈറലായ ഒന്നായിരുന്നു പൃഥ്വിരാജിൻ്റെ മകളും അംബാനി സ്കൂളിലാണ് പഠിക്കുന്നതെന്ന വാർത്ത. ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈയിലെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ വാർഷികം ആസ്വദിക്കാൻ പൃഥ്വിരാജും സുപ്രിയ മേനോനും എത്തിയ വീഡിയോ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് അലംകൃതയും ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന വാർത്ത പുറത്തു വന്നത്. ബോളിവുഡിൽ ചുവടുറപ്പിച്ച ശേഷം പൃഥ്വിരാജ് മുംബൈയിലേക്ക് താമസം മാറ്റിയിരുന്നു. അതിനാലാണ് മകളെയും മുംബൈയിലെ സ്കൂളിൽ തന്നെ ചേർത്തത്. എന്നാൽ ഇതിനൊന്നും ഇത്ര വാർത്താ പ്രാധാന്യം നൽകേണ്ടതില്ലെന്നാണ് മല്ലികയുടെ പക്ഷം. അലംകൃത അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നത് എന്തിനാണ് വലിയ വാർത്തയാക്കിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ എത്രയോ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരെ ഫംഗ്ഷനിൽ വരുമ്പോൾ സ്കൂൾ അധികൃതർ ക്ഷണിക്കും. ഇവിടെ ആണെങ്കിലും സ്കൂൾ ഡേ വരുമ്പോൾ മാതാപിതാക്കൾക്ക് ക്ഷണം വരില്ലേ? ഇതൊക്കെ വാർത്തയാക്കണോ? ഇനി കുറച്ച് അധികം പഠന രാജുവിന് ബോംബെയിലുണ്ട്. അല്ലെങ്കിൽ തന്നെ അവനെ കാണാൻ കിട്ടാനില്ല. പിന്നെ സൂര്യ അടക്കം എല്ലാവരും അവിടെയുണ്ടല്ലോ. അവരൊക്കെ നല്ല സ്കൂളാണെന്ന് അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണ് അലംകൃതയെ അവിടെ ചേർത്തത്. അതിനൊരു ന്യൂസ് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവൾ മിടുക്കിയാണ്. അവിടെ പഠിച്ചതുകൊണ്ട് ലോകം ഭരിക്കണമെന്നൊന്നുമില്ല. ബോംബെയിൽ താമസിക്കുന്നത് കൊണ്ട് കുഞ്ഞിനെ വിടാൻ ഒരു നല്ലൊരു സ്കൂൾ എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ എന്നാണ് മല്ലിക സുകുമാരൻ പ്രതികരിച്ച് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്റ്റാർ കിഡാണ് അലംകൃത.